Hi guys. So in this video we are going to discuss about word formation in English literature. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറായിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വൺ ഓഫ് ദ സെക്ഷൻസ് ആണ് നമ്മുടെ വേർഡ് ഫോർമേഷൻ, അഥവാ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇത്രയധികം വേർഡ്സ് വന്നെത്തിയത്, ഹൗ ദിസ് വേർഡ്സ് ഗോട്ട് ഇൻ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആ കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്, കുറേ തിയറീസ് മുഖേന വന്നിട്ടുണ്ട്, ലോൺ വേർഡ്സ് ഉണ്ട്, വേർഡ്സ് ബൈ സൗണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ 10-15ഓളം ഇങ്ങനെ തരത്തിലുള്ള രീതിയിലാണ് 10-15ഓളം രീതിയിലാണ് എന്ത് ചെയ്യുന്നത് വേർഡ് ഫോർമേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വരും ദിനങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ടുള്ള ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So in this video we are going with word formation in English or the techniques used for word formation in English. Word formation എന്ന രീതിക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ച ടെക്നിക്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, so let's begin. The English language is the richest and has the most extensive vocabulary of any in the world. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഷയാണ് എന്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേർഡ്സ് വൊക്കാബുലറി ഉള്ള ഒരു ഭാഷയായിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ന് കണക്കാക്കുന്നത്. ദിസ് ഈസ് പാർട്ട്ലി ഡ്യൂ ടു ഹിസ്റ്ററിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് പാർട്ട്ലി ഡ്യൂ ടു ദ ജീനിയസ് ഓഫ് ദ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് റെഡിനെസ് ടു അബ്സോർബ് വേർഡ് ഫ്രം ഫോറിൻ ലാംഗ്വേജസ്. അപ്പോൾ ഇതിനെ ഇംഗ്ലീഷിനെ പ്രാപ്തരാക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ലാംഗ്വേജിൽ നിന്നും കടയെടുക്കാവുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് എന്തുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കയ്യിലുള്ളത്. സോ എന്ത് ചെയ്യാം, ഏത് ലാംഗ്വേജിൽ നിന്ന് ഒരു വേർഡ് പുതിയത് കേട്ട് കഴിഞ്ഞാലും അതിനെ ലോൺ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജിനുണ്ട്. ഓക്കെ, new records have come into English and the vocabulary has been enlarged in a number of ways. The following are the chief processes of word formation. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരം മാർഗങ്ങളിലൂടെ ഇംഗ്ലീഷിലേക്ക് പുതിയ തരത്തിലുള്ള വേർഡുകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ താഴെ പറയുന്നവയാണ് എന്ത്, അതിൽ ചില മാർഗങ്ങൾ. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നീക്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു 10 എണ്ണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കാം. കാരണം PG എക്സാമിന് അധികവും ചോദിച്ചിട്ടുള്ളത് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ 10 ഹെഡിങ് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഉള്ളിൽ ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റും. സോ ഒരു 10 എണ്ണെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വയ്ക്കാം. എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് ടെക്നിക്സിലേക്ക് പോവാം. 15ഓളം ടെക്നിക്സ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ടെക്നിക്സ് ആണ് ബൈ ഇമിറ്റേഷൻ ഓർ ഓണമറ്റോപ്പിയ. ഇമിറ്റേഷനിലൂടെയോ ഓണമറ്റോപ്പിയ എന്നുള്ള ടെക്നിക്കിലൂടെയാണ് പറയുന്നത്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് സൗണ്ടുകളിലൂടെ ഉണ്ടായിട്ടുള്ള വേർഡ്സിനെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, കുക്കു കുക്കു നമ്മൾ പറയാറുണ്ട്, നമ്മൾ കുയിലിനെ എന്ത് ചെയ്യാറുണ്ട്, കുക്കു എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ സൗണ്ടുകളിൽ നിന്ന് ഉണ്ടാവുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഓണമറ്റോപ്പിയ എന്നല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഈസ് പെർഹാപ്സ് ദ ഓൾഡ് മെത്തേഡ് ഓഫ് വേർഡ് ഫോർമേഷൻ. ഏറ്റവും പഴയ രീതിയിലുള്ള പണ്ട് തൊട്ടേ ഫോളോ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഓണമറ്റോപ്പിയ അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഓഫ് വേർഡ് മേക്കിംഗ് ഇൻ ഓൾ ലാംഗ്വേജസ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമല്ല, നമ്മൾ ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഉപയോഗിച്ച് വരുന്ന പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്ന ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ടെക്നിക്കാണ് ഓണമറ്റോപ്പിയ എന്ന് പറയുന്നത്. A number of words are in the English lexicon, especially those words describe some kind of sound or obviously imitative character. Lexical type words ആയിട്ടുള്ള lexical type words നമുക്ക് എന്താണെന്ന് അറിയാം. lexical type of words ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എന്ത് വരുന്ന ഫസ്റ്റ് വരുന്ന വേർഡ്സിനെ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ സൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, അതിൻ്റെ ക്യാരക്ടറിനെ വെച്ച് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എന്ത്, കുക്കു എന്ന് പറയുന്ന വേർഡ്. കാരണം എന്താ, നമ്മളെ കുയിലുണ്ടാക്കുന്ന സൗണ്ടാണ് എന്ത് കുക്കു എന്ന് പറയുന്നത്. സോ അതിനെന്ത് ചെയ്യും, ആളുകൾ അതിനെ CUCKWO എന്ന് വിളിച്ചു തുടങ്ങി, അതായത് കുക്കു എന്ന് വിളിച്ചു തുടങ്ങി. ഓക്കെ, സോ ദ വേർഡ് ബാർബറിയൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദ വെർബൽ ഇമിറ്റേഷൻ ഓഫ് ദ uncouth and unintelligible babbling of foreign tribes. The following are a few representative words this type: bang, pop, buzz, click, whiz, rumble, mumble, hiss, jiggle, etc. So these are the sounds that are made by an object and later the name is given to that object in which the object makes a sound. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സൗണ്ടിനനുസരിച്ച് അല്ലെങ്കിൽ പ്രവൃത്തിക്കനുസരിച്ച് അതിന് പേര് നൽകുന്ന അല്ലെങ്കിൽ പേര് നൽകുന്ന ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഇമിറ്റേഷൻ ഓണമറ്റോപ്പിയ. നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊരു പേര് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അത് ഉണ്ടാക്കുന്ന സൗണ്ട് വെച്ചിട്ട് അതിന് ഒരു പേര് നൽകാം. അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാങ്, പോപ്പ്, ബസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുന്ന ശബ്ദം. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്.
പോപ്പ്, ബസ്, ക്ലിക്ക്, വിസ്, റംബിൾ, മംബിൾ, ഹിസ്, ജിഗിൾ എന്ന വേർഡ്സ് ഒക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് എക്സ്റ്റൻഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. In this process, an older word is given a new significance or its meaning is extended. അപ്പോൾ ഈ ടെക്നിക്ക് എന്ന വേർഡ് ഫോർമേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നിലവിലുള്ള ഒരു വേർഡിന് പുതുതായിട്ടൊരു അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പണ്ട് തൊട്ടേ ഷോർട്ട് ആയിട്ടുള്ള ഒരു വേർഡിനെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വലുതാക്കിയിട്ട് അതിനൊരു പുതിയ അർത്ഥം കൊടുക്കുക. അതിനാണ് എന്ത് പറയുന്നത്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് വെരി എക്സ്റ്റെൻസീവ്ലി. ഡീറ്റെയിൽസ് അബൌട്ട് ദീസ് ടൈപ്സ് ആർ ഗിവൺ അണ്ടർ സെമാൻറ്റിക് ചേഞ്ച്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെമാൻറ്റിക് ചേഞ്ച് ഓഫ് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കാറ്. ലിറ്റററി ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. ഇറ്റ് മീൻസ് ബിലോങ്ങിങ് ടു ലെറ്റേഴ്സ് or learning pertaining to literature, but Johnson's dictionary does not record it in this sense at all. His meaning was alphabetical. Pedant now means one who likes display his learning and his over, particularly about trivial trees which are the academic interest only, but to Shakespeare it meant to school master. അപ്പോൾ എന്താണ്, പണ്ട് തൊട്ടേ ഉള്ള ഒരു വേർഡിന് നമ്മൾ വേറൊരു അർത്ഥം കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്റററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു മീനിങ് എന്താണ്, ലേണിംഗ് എന്നായിരുന്നു. ഓക്കെ, ലേണിംഗ് എന്ന ലിറ്റററി മീൻസ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണമായിരുന്നു. പക്ഷേ ലിറ്റററി എന്നാണ് ഏത് ടേം വരുന്നത്, നമ്മുടെ ലിറ്ററേച്ചർ എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ ലിറ്റററി എന്നുള്ള ടേം പണ്ട് തൊട്ടേ ഉണ്ട്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് കാട്ടാണ്, ഇപ്പം നമ്മൾ പുതിയൊരു വേർഡായിട്ടുള്ള ലിറ്ററേച്ചർ എന്നുള്ള വേർഡ് അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. സോ ഇതെന്താണ്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഈ ലിറ്റററി ലിറ്ററേച്ചർ എന്നുള്ള എക്സാമ്പിൾ തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുക, ഒരു ടേം പഠിക്കുക, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. Another example, board is another example. It has several meanings now. A plank of wood, a wood served on the table, a number of people who sit around ടേബിൾ ആസ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പം നമുക്ക് ബോർഡ് എന്നുള്ള വേർഡ് കൊണ്ടുവരാം. പണ്ട് തൊട്ടേ നിലവിലുള്ള രണ്ടാമത്തെ എക്സാമ്പിളാണ്. പണ്ട് തൊട്ടേ നിലവിലുള്ള ഒരു വേർഡാണ് ബോർഡ് എന്ന് പറയുന്നത്. അതിന് എത്ര അർത്ഥങ്ങളുണ്ട്, പ്ലെൻറ്റി ഓഫ് അർത്ഥങ്ങളുണ്ട് ഇല്ലേ. അപ്പം അതാണ് പറയുന്നത്, പണ്ട് തൊട്ടുള്ള നിലവിലുള്ള ഒരു വേർഡിനെ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അർത്ഥങ്ങൾ നമുക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വേർഡ് കുറച്ചും കൂടെ അതിൻ്റെ നമ്പേഴ്സ് കൗണ്ട് അല്ലെങ്കിൽ വേർഡ് കൗണ്ട് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുതിയൊരു അർത്ഥം അതിന് കൊടുക്കാം. ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് ലിറ്റററി ലിറ്ററേച്ചർ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വരുന്നതാണ് ബോർഡ്. ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ബോർഡിൻ്റെ അർത്ഥം എന്താ, നമ്മൾ എഴുതുന്ന ബോർഡ് എന്ന് പറയാറുണ്ട് അല്ലേ, ചോക്ക് ബോർഡ്, അതൊരു ബോർഡ് വരാറുണ്ട്. പിന്നെ നമ്മൾ വുഡിൻ്റെ ഒരു പലകേനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ബോർഡ് എന്ന് വിളിക്കാറുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓർഗനൈസേഴ്സിനെ അല്ലെങ്കിൽ അതിന്റെ ഓഫീസേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ബോർഡ്സ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. പിന്നെ നമ്മൾ നോട്ടീസ് ബോർഡ് എന്ന് പറയാറുണ്ട് ഇല്ലേ. അപ്പൊ എന്താണ്, ഇതൊക്കെ ഒരൊറ്റ വേർഡാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഡിഫറെന്റ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, ഡിഫറെന്റ് ആസ്പെക്ട്സിൽ ഡിഫറെന്റ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫീച്ചറിനെ നമ്മൾ എന്താ പറയാ, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു വേർഡിനെ ഒരു പുതിയ മീനിങ് കൊടുക്കുന്ന ഫീച്ചറാണ് എക്സ്റ്റൻഷൻ. ഓക്കെ അല്ലേ. സോ ദാറ്റ്സ് ഓൾ. And now you have the third one, conversion. So it's another word technique used by word formation, which is conversion. It is one of the characteristics of English that it is possible to use the same word as a noun, verb, adjective and many other parts of speech. This is more commonly seen in Elizabeth English. This process is also known as conversion. But is also known as conjunction, but it can be used as a verb and a noun in but, me, no, buts, but is also used as a preposition, all but John. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരേ വേർഡ്സുകളെ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. പലതരം വേർഡുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വേർഡിനെ തന്നെ എന്ത് ചെയ്യുക, അഡ്ജക്റ്റീവ്, നൗണ്, വേർബുമായിട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, കൺവേർഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇമ്പോർട്ട്, ഇമ്പോർട്ട്, പെർമിറ്റ്, പെർമിറ്റ്. ഓക്കെ, സബ്ജക്റ്റ്, സബ്ജക്റ്റ്. അവിടെ എന്താണ് നോക്കുന്നത്, ഇവിടെ ഇത് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇവിടെ ഇതിനെ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാണ്, സെയിം വേർഡ്സിനെ നൗൺ ആയിട്ടും വേർബായിട്ടും യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ എന്താ പറയുക, കൺവേർഷൻ. നൗൺ ആയിട്ടും അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതിന് വെർബായിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേണമെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ കൺവേർഷൻ ടൈപ്പ് ഓഫ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് ടെക്നിക് യൂസ്ഡ് ഇൻ ക്രിയേഷൻ ഓഫ് വേർഡ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് അഫിക്സേഷൻ ഓർ ഡെറിവേഷൻ.
affixation or derivation. This is a very ancient method of word formation in almost every language. The Anglo-Saxons made fairly extensive use of it. Some suffixes like dom, suffixes mean ending words. Suffixes like dom, freedom, ship, worship, widely distributed throughout the language. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു വേർഡിൻ്റെ 3 സെൻറ്റൻസസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, പല വേർഡ്സ് ഫോം ചെയ്യുക. അപ്പം നമുക്ക് അതായത് ഒരു സഫിക്സസ് വെച്ചിട്ടുണ്ടാവും, എൻഡിങ് ആയിട്ട് വരുന്ന വേർഡ്സ് ഉണ്ടാവുമല്ലോ, അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്സ് ഓഫ് വേർഡ്സ് ഫോം ചെയ്യുക. കിങ്ഡം, ഫ്രീഡം, അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഷിപ്പ് വെച്ചിട്ടുള്ളത് വേർഷിപ്പ്, ഫെലോഷിപ്പ്, സ്കോളർഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഒരു വേർഡ്സിൻ്റെ സഫിക്സസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് വേർഡ്സ് കോയിൻ ചെയ്യുന്നതിന് എന്ത് പറയുക, അഫിക്സേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ആംഗ്ലോ സാക്സൺസ് ആണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഡം തന്നെ പഠിക്കാം. കിങ്ഡം, ഫ്രീഡം ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരുന്നത് ഷിപ്പ് എന്ന് വെച്ചിട്ട്. ഫെലോഷിപ്പ്, സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ വേർഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, ഷിപ്പ് എന്നുള്ള വേർഡ് വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണ്. സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്താ പറയുക, അഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ ഈ വേർഡ്സ് മാത്രമല്ല, നമുക്ക് വേറെ യൂസ് ചെയ്യാറുണ്ട്. പ്രീ യൂസ് ചെയ്യാറുണ്ട്, എക്സ്ട്രാ യൂസ് ചെയ്യാറുണ്ട്, സൂപ്പർ യൂസ് ചെയ്യാറുണ്ട്, ഇന്റർ യൂസ് ചെയ്യാറുണ്ട്, സബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറെ വേറെ വേർഡ്സ് അതിൻ്റെ ബിഗിനിങ്ങോ എൻഡോ വെച്ചിട്ട് എന്ത് ചെയ്യുക, വേർഡ്സ് കോയിൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫിക്സേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്ക്. ആൻറ്റി വെച്ചിട്ട് ആൻറ്റിഡയറ്റ്, അതേപോലെ തന്നെ ആൻറ്റി റൂം. ഇപ്പം ആൻറ്റി റോ വെച്ചിട്ട് ആൻറ്റി വാർ, ആൻറ്റി റിഫോർമേഷൻ, ആൻറ്റി ഡോട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രീ ഇൻഡിപെൻഡൻസ്, പ്രീ ഡിഗ്രി. പോസ്റ്റ് വെച്ചിട്ട് പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് വാർ, പോസ്റ്റ് ഇലക്ട്രിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അത്തരത്തിലുള്ളതാണ് വേർഡ്സ്. ബിഗിനിങ്ങിലോ എൻഡിലോ വേർഡ്സിനെ കൊടുത്തിട്ട് സഫിക്സസിനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, വേർഡ്സ് ഫോം ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മളുടെ ഡെറിവേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ, ഇനി അബ്രീവിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ സേവിങ് ടൈം. എന്ത് ചെയ്യുക, നമ്മൾ വലിയ വേർഡ്സിനെ ഷോർട്ട് ആക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയാണ് എന്ത്, അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ എന്നുള്ള വേർഡ് എന്ത് ചെയ്യാറുണ്ട്, എക്സാം ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിളാണ് ലബോറട്ടറി. നമ്മൾ മെഡിക്കൽ ലാബ്, അതേപോലെ തന്നെ സയൻസ് ലാബ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി മാത്തമാറ്റിക്സിനെ നമ്മൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, മാത്സ് എന്ന് വിളിക്കാറുണ്ട്. ഒമ്നി ബസ്സിനെ ബസ് വിളിക്കാറുണ്ട്. ടാക്സി മീറ്ററിനെ നമ്മൾ ടാക്സി വിളിക്കാറുണ്ട്. ഫോട്ടോഗ്രാഫീസ് ഫോട്ടോ, ടെലഫോണീസ് ഫോൺ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, വലിയ രൂപത്തിൽ കിടക്കുന്ന വേർഡുകളെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതാക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയാണ് അബ്രീവിയേഷൻ. അബ്രീവിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെറുതാക്കുക, വേർഡുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡിനെ ചെറുതാക്കുക. ഓക്കെ, ദാറ്റ്സ് അബ്രീവിയേഷൻ. സിമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ടെലിസ്കോപ്പിംഗ്. സോ ഇൻ ദിസ് പ്രോസസ് 2 words are combined to make one. എന്ത് ചെയ്യാണ്, 2 വേർഡ്സുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ടെലിസ്കോപ്പിംഗ് എന്ന് പറയുന്നത്. ദ വേർഡ്സ് ടു ഡോൺ ആൻഡ് ടു ഡോഫ് are the results of the telecopying. Do on and do off. The oldest example of the type 2 words. By 5057 telescoping had taken place and the single word atone has been resulted. Shakespeare uses it as a verb in Richard II. It was intra-sensitively the transitive form. A atone to one's sins was a later development. എന്ത് ചെയ്യുക, 2 വേർഡുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, ടെലിസ്കോപ്പിംഗ് എന്ന് പറയുന്നത്. ടു അല്ല ഇതേപോലെ തന്നെ ഡു അല്ലെങ്കിൽ ഓഫ് എന്നുള്ളത് 2 സെപ്പറേറ്റ് വേർഡ്സ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു വേർഡ് ഉണ്ടാക്കി. ഡു ഓഫ്, ടു പുട്ട് ഔട്ട് ആൻഡ് ടു പുട്ട് ഔട്ട് റെസ്പെക്റ്റീവ്ലി. അങ്ങനെ എന്ത് ചെയ്യുക, 2 വേർഡ്സുകളെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു പുതിയ വേർഡിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ടെലിസ്കോപ്പിംഗ്. ആദ്യത്തെ ഒരു എക്സാമ്പിളാണ് അറ്റ് വൺ. അറ്റ് എന്ന് പറയുന്നത് വേറൊരു വേർഡായിരുന്നു, വൺ എന്ന് പറയുന്നത് വേറൊരു വേർഡ്. അറ്റ് വൺ എന്നുള്ള വേർഡ് എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു വീട് ഉണ്ടാക്കി. അപ്പം അറ്റ് എ ടൈം വൺസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ. ഓക്കെ, that's all about telescoping. And next we have syncopation. In this process, the vowel is elided and the consonants on either side are put together. With the result, the syllable is lost. Examples are ones, hens, which originally were ones and hens. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ വവൽസിനെ പ്രൊനൗൺസ് ചെയ്യാതെ നമ്മൾ കോൺസണൻസിനെ പുട്ടപ്പ് ചെയ്തിട്ട്, അതായത് 2 വേർഡ്സ് എടുക്കുക, അതിലത്തെ വവൽസ് എടുത്ത് കളയുക, അതിലെ കോൺസണൻസിനെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സിൻകോപ്പേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് വൺസ് എന്ന് പറയുന്നത്, അവിടെ ആദ്യം വന്നിരുന്നത് ഏതായിരുന്നു, ഹെൻസ് എന്നുള്ള വേർഡായിരുന്നു. പിന്നെ അത് എന്തായി, വൺസ് ആയി മാറി. പിന്നെ അതെന്തായി, വൺസ് തന്നെ ഹെൻസ് ആയി, HENNESE ആയി മാറി. ഓക്കെ, അപ്പോൾ
Past participles like born, shone, worn, fallen are likewise the result of syncopation originally. ഇപ്പോൾ വവൽസിനെ എടുത്തു കഴിഞ്ഞിട്ട് കോൺസണൻസിനെ പുട്ടപ്പ് ചെയ്തുണ്ടാക്കുന്ന പുതിയ ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് എന്ത് സിങ്കോപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെറ്റാ അനാലിസിസ്. ഓക്കെ, ദിസ് ഈസ് എ പ്രോസസ് ക്ലോസ്ലി അക്കിൻ ടു ടെലിസ്കോപ്പിംഗ്. ടെലിസ്കോപ്പിംഗ് എന്താ നമ്മൾ പഠിച്ചിട്ട് എന്താണ്, നമ്മൾ രണ്ട് വേർഡ്സിന് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ വേർഡ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ എന്ത് പറയുക ടെലിസ്കോപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് റീ അനാലിസിസ്. മെറ്റാ അനാലിസിസ് മീൻസ് റീ അനാലിസിസ്. ഇൻ ക്വിക്ക് ആൻഡ് കെയർലെസ് പ്രൊനൗൺസിയേഷൻ ഓഫ് ഫ്രേസ് അറ്റ് ഹോം ബിക്കംസ് അറ്റ് ഹോം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചില വേർഡ്സ് നമുക്ക് ഒന്നായിരുന്ന പോലെ തോന്നാം. അതായത് സഡൻലി നമ്മൾ പറയുന്ന സമയത്ത് അറ്റ് ഹോം സഡൻലി സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താവും, ആറ്റം ആയിട്ട് മാറും. അല്ലെങ്കിൽ അറ്റ് ഹോം എന്നാണ് നമ്മൾ പറയാറ്. അറ്റ് ഹോം നമ്മൾ സ്പീഡിൽ പറഞ്ഞു നോക്കൂ, അപ്പോൾ അത് എന്തായിട്ട് മാറും, അറ്റ് ഹോം എന്നായിട്ട് മാറും. ഓക്കെ, ഫ്ലാഷിംഗ് ഐ ബിക്കംസ് ഫ്ലാഷിംഗ് ഐ. ഓക്കെ, ഫ്ലാഷിംഗ് ഐ ബിക്കംസ് ഫ്ലാഷിംഗ് ഗൈ. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റീഅനാലിസിസിലൂടെ ക്വിക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണിത്. ഇതുകൊണ്ട് എന്തുണ്ടാവാറുണ്ട്, പുതിയ വേർഡ്സ് ഇതിലേക്ക് കടന്നു വരാറുണ്ട്. സയൻസ് ആൻഡ് ആർട്സ് ബിക്കം സയൻസ് ആൻഡ് ഡാറ്റ്സ്. സോ സയൻസ് ആൻഡ് ഡാറ്റ്സ്, അപ്പം നമ്മൾ എന്ത് പറയുന്നത്, സയൻസും അതേപോലെ തന്നെ ആർട്സും എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇത് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കും സ്പീഡിൽ, അപ്പോൾ എന്ത് ചെയ്യും, സയൻസ് ആൻഡ് ഡാറ്റ്സ് എന്നായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യണം, രണ്ട് വേർഡ്സ് പറയുമ്പോൾ നമ്മൾ ക്വിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ മീനിങ് മാറും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ സ്പെല്ലിങ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. Okay, next one is portmanteau words. When part of one word is combined with another part of word to form a new word carrying with it ideas behind both the original terms, we have what is known as a portmanteau word. അപ്പോൾ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് വേർഡ്സിൻ്റെ ആ വേർഡ്സിൻ്റെ എന്ത് ചെയ്യുക, രണ്ട് വേർഡ്സ് എടുക്കുക, അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ എടുത്തിട്ട് ഫോം ചെയ്യുന്ന ഒരു വേർഡാണ് പോർട്ട്മാന്റിയോ വേർഡ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രാജഡിയിലെ ട്രാജി എടുത്തു, കോമഡിയിലെ കോമഡി എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഫോം ചെയ്തിട്ട് ഒരു പുതിയ വേർഡാക്കി ട്രാജിക് കോമഡി. ഓക്കെ, ഇനി മെലഡി പ്ലസ് ഡ്രാമ മെലോ ഡ്രാമ. ഒരു വേർഡിൻ്റെ പകുതി ഭാഗവും മറ്റേ വേർഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, രണ്ടാമത്തെ വേർഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്, പോർട്ട്മാന്റിയോ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും പ്ലസ് ലഞ്ച് എന്ന് പറയാറുണ്ട്, ബ്രഞ്ച് എന്ന് പറയാറുണ്ട്. മട്ടൺ പ്ലസ് ബേക്കൺ മീക്കൺ ആണ്. മോട്ടർ പ്ലസ് ഹോട്ടൽ മൊട്ടയിൽ. സ്മോക്ക് പ്ലസ് സ്മോഗ്. ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്മോക്കും ഫോഗും കൂടി വരുമ്പോഴാണ് സ്മോഗ് ഉണ്ടാവുന്നത്. ലൈക്ക് ദാറ്റ് രണ്ട് വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരു വേർഡ്സിൻ്റെ ഒരു പാർട്ടും മറ്റൊരു വേർഡ്സിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് പോർട്ട്മാന്റിയോ വേർഡ്സ്. ഓക്കെ, സിമ്പിളാണ് ഇതൊക്കെ. ഇനിയാണ് acronyms എന്ന് പറയാറുണ്ട്. So this consists of initial syllables of words, sometimes with an additional vowel to make pronounceable. Some examples are given below. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില വേർഡ്സിനെ ഷോർട്ടൺ ചെയ്യാറുണ്ട് ഇല്ലേ. സോ AM എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആഫ്റ്റർ മോർണിംഗ് ആക്കാറുണ്ട് ഇല്ലേ, അങ്ങനത്തെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ WHO നമ്മൾ ചെറിയ ഇതൊക്കെ കാണാറുണ്ട് ഇല്ലേ. വേർഡ്സ് ലോങ് ആയിട്ടുള്ള വേർഡ്സിനെ നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് വിളിക്കാറുണ്ട് ഇല്ലേ. അത്തരത്തിലുള്ള വേർഡ്സിനെ നമ്മൾ എന്താ പറയുക, അക്രോണിം എന്ന് പറയുന്നത്. റഡാർ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അപ്പം നമ്മൾ പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് പോലീസ് എന്നുള്ളതൊരു ആക്ച്വൽ വേർഡാണ്. പക്ഷെ ആ പോലീസ് എന്നുള്ളതിൻ്റെ ആ 5 വേർഡ്സിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട്. അതേപോലെ ആ വേർഡ്സിൻ്റെയൊക്കെ ഫസ്റ്റ് വേർഡ് എടുത്തിട്ട് ഫോം ചെയ്യുന്ന ഷോർട്ടസ്റ്റ് വേർഷൻ ഓഫ് ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്രോണിംസ് എന്ന് പറയുന്നത്. സോ യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, ആൻഡ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, BEd എന്ന് പറയാറുണ്ട് ഇല്ലേ, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ പറയാറുണ്ട്. UG എന്ന് പറയാറുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ്സ്. PG എന്ന് പറയാറുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അപ്പോൾ നമ്മൾ PhD എന്ന് പറയാറുണ്ട്, ഫിലോസഫിക്കൽ ഡോക്ടറേറ്റ്. സോ ഇത്തരത്തിൽ വലിയ വേർഡ്സിനെ നമ്മൾ ഷോർട്ടൺ ചെയ്തിട്ട് വിളിക്കുന്ന ആ ടേമിനെയാണ് എന്ത് വിളിക്കുക, അക്രോണിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ടെക്നിക്കാണ്, വേർഡ് ഫോർമേഷൻ ടെക്നിക്കാണ് ബ്ലാക്ക് ഫോർമേഷൻ. ഓക്കെ, ബ്ലാക്ക് ഫോർമേഷൻ എന്നുള്ള ടെക്നിക്ക്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് വേർഡ് ഫോർമേഷൻ വിച്ച് അറോസ് ഫ്രം മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ അറിയാതെ തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടാവുന്ന, അവർ പോലും വിചാരിക്കാതെ അവരെ വായിൽ നിന്ന് വന്നിട്ടുള്ള വേർഡ്സിലാണ് നമ്മൾ ബ്ലാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഗ്രോവലിംഗ് വാസ് ആൻ അഡ്വേർബ് ഓഫ് മാനർ ഇൻ ദ 16th and 17th century. Later the termination ing was mistaken for the sign of the present participle. The next step was to back from this infinitive grovel. Similarly, the verb sidle formation and the adverb siding.
Sidely, the nouns beggar, peddler, hawker, and editor have given us the corresponding verbs to beg, to peddle, to hawk, and to edit. Besides, resurrection, conscription, television, auditor, donator, and burglar have given the verb forms resurrect, to conscript, to televise, to audit, to donate, and to burgle by back formation. അപ്പോൾ എന്ത് ചെയ്യുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം ഉണ്ടാവുന്ന ടൈപ്സ് ഓഫ് വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, ബ്ലാക്ക് ഫോർമേഷൻ. അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു വേർഡ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാവുന്ന ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് ബ്ലാക്ക് ഫോർമേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ 16th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു INGയുടെ എല്ലാത്തിൻ്റെ കൂടി ഒരു ING ചേർക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉണ്ടായിട്ടുള്ള വേർഡ്സ് ആയിരുന്നു സൈഡ്ലിംഗ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ബെഗർ, ബർഗ്ലർ. അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യില്ല. ബർഗ്ലർ. പിന്നെ എന്ത് ചെയ്തു, ബെഗ് എന്നുള്ള വേർഡ്സ് ഒന്നും ബെഗർ എന്നുള്ള വേർഡ്സ് ഒന്നും അതാണ് മാറ്റം വന്നിട്ടുള്ളത്. പെഡ്ലർ എന്തായിട്ട് മാറിയിട്ടുണ്ട്, നമ്മളെ വേറൊരു വേർഡായിട്ട് ഇവിടെ മാറുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മിസ്പ്രൊനൗൺസ് ആയി പോയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ന്യൂ വേർഡ്സിനെയാണ് നമ്മൾ ബ്ലാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഹോക്കർ എന്നുള്ളത് ടു ഹോക്കായി മാറുന്നുണ്ട്. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെയാണ് ബ്ലാക്ക് ഫോർമേഷൻ. So the next one is corruption or misunderstanding. So corruption or misunderstanding. Another way of adding new words is a person attempt to pronounce words that phrases from a foreign language of which he is ignorant. നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം ഒരു പുതിയ വേർഡ് കേൾക്കുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്ന ആ സെൻറ്റൻസിനെ നമ്മൾ കറപ്ഷൻ ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഡിക്കൻസിയൻ ക്യാരക്ടർ മിസ്സിസ് നിക്കോബാസ് പാപ്പ. His motto is Exminian Doxet, which he speaks experientia does it. Whitsun is another example of corruption. It signifies White Sunday. So, in the primitive Christian church, all the converts wore white robes as a symbol of purification. By meta-analysis, Whit Sunday was transformed into White Sunday. സോ എന്ത് ചെയ്യണം, മിസ്പ്രൊനൗൺസിയേഷൻ വന്നതോടുകൂടെ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ മാറിപ്പോവാണ്. അപ്പോൾ പണ്ട് കാലത്ത് വിറ്റ്സൺ എന്ന് പറയുന്നത് എന്താണ്, വൈറ്റ് സൺഡേ എന്ന് പറയുന്ന ഇന്നത്തെ വൈറ്റ് സൺഡേ ആയി മാറിയത് എന്താണ്, പണ്ടത്തെ വിറ്റ്സൺ എന്നുള്ള വേർഡാണ്. എക്സ്പീരിയൻഷ്യ ഡസ് ഇറ്റ് എന്നുള്ള മീനിങ് വരുന്നത്. അപ്പോൾ എന്തായി മാറിയിട്ടുള്ളത്, വൈറ്റ് സൺഡേ എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. വിറ്റ് സൺഡേ വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു വൈറ്റ് സൺഡേ. പണ്ട് എന്തായിരുന്നു, വിറ്റ് സൺഡേ എന്നായിരുന്നു. ഇപ്പോൾ എന്തായിട്ടുണ്ട്, അത് വൈറ്റ് സൺഡേ എന്ന് ആയിട്ടുണ്ട്. ലേറ്റർ ബൈ ദിസ് എനോളജി വൈറ്റ് സൺ വീക്ക്, വൈറ്റ് സൺ ടൈഡ്, വൈറ്റ് സൺ സൺഡേ ആൻഡ് ഈവൻ വൈറ്റ് സൺ മൺഡേ കെയിം ഇൻ ടു യൂസ്. അപ്പോൾ ഈ വിറ്റ് സൺ എന്നുള്ള വേർഡ് എന്ത് ചെയ്യാണ്, മൺഡേ സൺഡേ പോലെയുള്ള വേർഡുകളൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. വിറ്റ് സൺ സൺഡേ, വിറ്റ് സൺ മൺഡേ അതേപോലുള്ള വേർഡ്സുകളൊക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അന്ന് എന്ത് ചെയ്യാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വിറ്റ്സനെ വൈറ്റ് സൺ ആക്കി മാറ്റി ഇന്നത് എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകൾ വീണ്ടും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ആണ് false etymology. There are many words in the English language in which came into existence through mistaken notions regarding etymology. Posthumous, which was originally spent meant coming after in order of time, but by a mistaken etymology the second half of the word humus was assumed to be connected with death and burial, and so the meaning after death developed. So posthumous എന്ന് പറയുന്നത് ആക്ച്വലി ആഫ്റ്റർ ഡെത്ത് എന്നുള്ളൊരു മീനിങ് ആയിട്ടല്ല പണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതിലുണ്ടായിരുന്ന ഹ്യൂമസ് എന്നുള്ള വേർഡ് കൊണ്ട് എന്താണ് ഫോൾസ് എറ്റിമോളജി, ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്, ഒരു സൈഡ് ഓഫ് വേർഡിന്റെ ഒരു ഭാഗം കണ്ടിട്ട് എന്ത് ചെയ്യണം, ആ വേർഡിന്റെ മീനിങ് അതാണെന്ന് ധരിക്കുന്നതിനാണ് പോസ്റ്റ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് നോക്കൂ. പോസ്റ്റ്മസ് എന്നുള്ള വേർഡ് എന്താണ്, എച്ച് പ്രൊനൗൺസ് ചെയ്യുന്നില്ല. കമ്മിങ് ആഫ്റ്റർ ഇൻ ഓർഡർ ഫോർ ടൈം എന്നാണ് പോസ്റ്റ്മസ് എന്നുള്ളതിന്റെ ഒറിജിനൽ മീനിങ് ആയിട്ട് വന്നിരുന്നത്. പക്ഷേ ഈ ഹ്യൂമസ് എന്നുള്ള വേർഡിന്റെ മീനിങ് വരുന്നത്, ഈ പോസ്റ്റ്മസിലെ ഹ്യൂമസിന്റെ മീനിങ് ആഫ്റ്റർ ഡെത്ത് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകൾ ഇതിന്റെ മീനിങ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള മീനിങ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. സോ സംതിങ് റിലേറ്റഡ് ടു ഡെത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് പോസ്റ്റ്മസ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ആക്ച്വലി അതിന്റെ മീനിങ് എന്തായിരുന്നു, കമ്മിങ് ആഫ്റ്റർ ഇൻ ഓർഡർ ഓഫ് ടൈം എന്നായിരുന്നു. പക്ഷേ ഹ്യൂമസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം കണക്റ്റഡ് ടു ഡെത്ത് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകളൊക്കെ ഫോൾസ് ഒരു നോഷനിൽ വന്നിട്ട് അതിനെ പോസ്റ്റ്മസ് എന്നുള്ള വേർഡിനെ ആഫ്റ്റർ ഡെത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റി. ഇനി നെക്സ്റ്റ് ആണ് സ്ലാം ബിക്കമിങ് ഗുഡ് ഇംഗ്ലീഷ്.
എന്ത് ചെയ്യുക, ഒരാളുടെ സംസാര ശൈലി ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് മാറുന്ന രീതി. ഓക്കെ, നോക്കാം. വേർഡ്സ് കോമൺലി യൂസ്ഡ് ഇൻ ടോക്ക് ബട്ട് നോട്ട് സ്യൂട്ടബിൾ ഫോർ റൈറ്റിംഗ് ഓൺ ഫോമൽ ഒക്കേഷൻസ് ആർ കോൾഡ് സ്ലാങ്. ഇപ്പം നമ്മൾ എഴുതാനല്ലാതെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് മെത്തേഡിനെ നമ്മൾ സ്ലാങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഒരു ഭാഷയിൽ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് പറയുമ്പോൾ പലതരം സ്റ്റൈൽ പറയാൻ പറ്റും. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് കലർന്ന ഒരു ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എഴുതുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഒരൊറ്റ തരത്തിൽ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, many such slang terms become respectable and were made part of literary vocabulary. അപ്പോൾ ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ലാംഗ്വേജിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്ലാങ്ങുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ നേറ്റീവ് പ്ലേസ് ആയിട്ടുള്ള L1 എന്ത് ചെയ്യുക, L2 ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങി. അവിടെ L1-ലെ അതായത് L1 L2 ഇൻ്റർഫിയറൻസ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവരുടെ സ്ലാങ് വൊക്കാബുലറിയിലേക്ക് പുതിയ വേർഡ്സ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനത്തെ വേർഡ്സിനെ നമ്മൾ എന്ത് പറയുക, നമ്മൾ സ്ലാങ് ബിക്കമിങ് ഗുഡ് വേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കൂ. ബെറ്റ്, എവേജ്, കോ, മാൻ, മെലോ, റോഗ്, ചാപ്പ്, സ്റ്റോളൻ ഗുഡ്സ്. ഇത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ എങ്ങനെയാണ്, പലതരം വേറെ വേറെ സ്ലാങ്ങിൽ നിന്ന്, ഇംഗ്ലീഷിൻ്റെ തന്നെ സ്ലാങ്ങിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ള വേർഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വേർഡ്സ് ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺസ് ഓർ പേഴ്സണൽ നൗൺസ്. പേഴ്സണൽ നൗൺസിൽ നിന്നോ പ്രോപ്പർ നൗൺസിൽ നിന്നോ ഉണ്ടായിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റോമേഷ്യ എന്ന്, ഇൻസ്റ്റോനോമേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉട്ടോപ്പിയ ആൻഡ് ഉട്ടോപ്പിയൻ, കേരള, കേരളൈറ്റ്, മല്ലു, മലയാളി, നമ്മൾ അങ്ങനെ പറയാറില്ലേ, അങ്ങനത്തെ കൺസെപ്റ്റ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കേരള, കേരളൈറ്റ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വരുന്ന ഒരു വേർഡിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു നൗണിൽ നിന്ന് തന്നെ പേഴ്സണൽ നൗൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഇൻറ്റർനോമേഷ്യ. എക്സാമ്പിളായിട്ട് യൂട്ടോപ്പിയ, യൂട്ടോപ്പിയൻ, അതേപോലെ തന്നെ ലില്ലിപുട്ട്, ലില്ലിപുട്ടിയൻ, കേരള, കേരളൈറ്റ്, അങ്ങനെ പറയാറില്ലേ. അങ്ങനത്തെ എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയ ആളായിരുന്നു ചാൾസ് ഡിക്കൻസ്. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതായിരുന്നു കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്. രണ്ട് കോമ്പൗണ്ട് വേർഡ്സുകളെ ഫോം ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന വേർഡ്സിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെയ്സി എന്നുള്ള വേർഡ് നിങ്ങൾ നോക്കുക, അത് ഡേയ്സും ഐയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ള വേർഡാണ് ഡെയ്സി എന്ന് പറയുന്നത്. സോ വേറൊരു എക്സാമ്പിളാണ് വീക്കും ഡേയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് വീക്ക് ഡേ. ഗോൾഡും ഫിഷും കൂടെ കമ്പൈൻ ചെയ്തതാണ് ഗോൾഡ് ഫിഷ്. അപ്പോൾ രണ്ട് വേർഡ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന പുതിയ ടൈപ്സ് ഓഫ് വേർഡ്സിനെ നമ്മൾ എന്ത് പറയുക, കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്. നമ്മൾ ഇതിന് മുന്നേ ഇവർ സിമിലർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സിറ്റുവേഷൻസ് വേറെയാണ്, വായിച്ച് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇനി കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് ചേഞ്ചസ്, മനഃപൂർവ്വം നമ്മൾ നിർബന്ധിതമായും വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ വേർഡ്സ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മളെ ബൈസിക്കിൾ വാസ് വെലോസിപ്പിഡെ. ബൈസിക്കിളിൻ്റെ പണ്ടത്തെ പേര് എന്ന് പറയുന്നത് എന്തായിരുന്നു, വെലോസിപ്പിഡെ എന്നായിരുന്നു. പക്ഷേ പ്രൊനൗൺസ് ചെയ്യാൻ ഡിഫിക്കൽട്ടായ എന്തുകൊണ്ടേ അതിനെ ബൈസിക്കിൾ എന്നാക്കി. സോ എയ്റോപ്ലെയിൻ്റെ പണ്ടത്തെ പേര് എന്ന് പറയുന്നത് ഏവിയേറ്റർ എന്നായിരുന്നു. ഏവീസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഏവിയേറ്റർ എന്നുള്ള ടേം വരുന്നു. പക്ഷേ ആളുകൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഡിഫിക്കൽട്ടായ എന്തുകൊണ്ട് അതുതന്നെ എയ്റോപ്ലെയിൻ എന്നുള്ള പേരിലേക്ക് മാറ്റി. ഓക്കെ, സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ. ഇനിയാണ് freak formation. Freak formation is another technique used by word formation in English. So this is kind of a normal and usual formation of words. ആവശ്യമില്ലാത്ത വേർഡുകൾ ഫോം ചെയ്തെടുക്കുന്ന അവസ്ഥയാണ് ഫ്രീക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. The best instances are teetotal and tandem. Teetotal is said to have originated from total, from an attempt to pronounce total abstainer. A tandem is a temporal adverb meaning at length, and later when the double bicycle appeared it was called a tandem. We don't find too many examples for freak formation in English. അതായത് ഒരു വേർഡിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഭാഗം മാറ്റിയിട്ട് അതിനൊരു വേർഡ് എടുത്തിട്ടുണ്ടാക്കുന്ന ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് ഫ്രീക്ക് ഫോർമേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, ടീറ്റോട്ടൽ എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് വരുന്നത്, ടോട്ടൽ എന്നുള്ള വേർഡിൽ നിന്നാണ് വരുന്നത്. പണ്ട് ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റീവ് വേർഡിൽ നിന്ന് പുതിയൊരു മീനിങ്ങോട് കൂടിയുള്ള വേറൊരു വേർഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മളെ ഫ്രീക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് നെക്സ്റ്റ് വൺ, വേർഡ്സ് ഡയറക്ട്ലി ടേക്കൺ ഫ്രം അതർ ലാംഗ്വേജ്. ഡയറക്റ്റ് ആയിട്ട് വേറെയുള്ള ഭാഷകളിൽ നിന്ന് തിരിച്ചിട്ടുള്ള വേർഡുകളെ, അതായത് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് എടുത്തത്, ഇംഗ്ലീഷിൽ നിന്ന്, ഫ്രഞ്ചിൽ നിന്ന് എടുത്തത്, ചൈനീസിൽ നിന്ന് എടുത്തത്, നമ്മൾ ചീൻ ചട്ടിയൊക്കെ പറയാറുണ്ട്, അതൊക്കെ ചൈനീസിൽ നിന്ന് എടുത്താണ്. അപ്പോൾ വേറൊരു ലാംഗ്വേജിൽ നിന്ന് ലോണ്ട് വേർഡ്സ് എന്ന് പറയാറില്ലേ, അത്തരത്തിലുള്ള വേർഡ്സിനെ ഡയറക്റ്റ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന രീതിയാണ് എന്ത്, നമ്മൾ വേർഡ്സ് ടേക്കൺ ഫ്രം ഡയറക്ട്ലി ഫ്രം ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്, സ്കാൻഡിനേവിയൻ, ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ വേർഡ്സ് കടമെടുത്തിട്ടുണ്ട്, കുറേ വേർഡ്സ് എടുത്തിട്ടുണ്ട്. ഗ്രീക്കിൽ നിന്ന് എടുത്ത വേർഡ്സ് ആയിരുന്നു പാത്തോസ് എന്ന വേർഡ്, ഫ്രേസ്, റാപ്സഡി, വയ
ലേറ്റിൻ, കെനിമോർ ലാറ്റിനിൽ നിന്ന് വന്നതായിരുന്നു, ഇൻക്ലൂഡിങ്, ഐറണി, ഡ്രാമ, റിതം, ട്രോച്ചി, ക്ലൈമാക്സ്. അപ്പോൾ എന്ത് ചെയ്യണം, പല ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കടമെടുത്ത വേർഡ്സിലൂടെ കുറേ പുതിയ വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്. സോ ലാറ്റിനിൽ നിന്നും, ഗ്രീക്കിൽ നിന്നും, സ്കാൻഡിനേവിയയിൽ നിന്നും, ഫ്രഞ്ചിൽ നിന്നും ഒക്കെ കുറേ വേർഡ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രീക്കിൽ നിന്ന് ക്യൂബ് ഉണ്ട്, അക്കോസ്റ്റിക് ഉണ്ട്, അനിമിയനിക് ഉണ്ട്, കോസ്റ്റിക്, സിലിണ്ടർ. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 2-3 വേർഡ്സ് എങ്കിലും പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് വന്നായിരുന്നു ഇറ്റാലിയൻ ആൻഡ് സ്പാനിഷ്. അങ്ങനത്തെ വേർഡ്സ് ആയിരുന്നു മ്യൂസിക്, ആർട്ട്, മാഡ്രിഗൽ, ഒപ്പേര, സോനറ്റ്, ലിറ്ററേച്ചർ, ഫ്രെസ്കോ, ക്യാമിയോ എന്നുള്ളതൊക്കെ ഇറ്റാലിയൻ സ്പാനിഷ് വേർഡ്സുകളിൽ നിന്നായിരുന്നു. ഇനി ബ്രിട്ടൻ്റെ കൗണ്ടർ പാർട്സിന് തന്നെ വന്ന വേർഡ്സ് ആയിരുന്നു എന്ത്, പൈജാമ, ഹുക്ക. ഫ്രം ഇന്ത്യ ബാംബു, മലയ, മെയ്സ്, വെസ്റ്റ് ഇൻഡീസ്, ടൊമാറ്റോ, മെക്സിക്കോ, കോഫി, ടർക്കി, ടീ ഫ്രം ചൈന. കോഫി എവിടുന്ന വന്നത്, ടർക്കി എന്നാണ്, ചൈനയിൽ നിന്നാണ് ടീ എന്നുള്ള ടേം വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു 19ഓളം വരുന്ന വേർഡ് ടെക്നിക്സുകളാണ് ഇംഗ്ലീഷിൽ വേർഡ് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു 10-15 ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. സിമ്പിളാണ്. കമ്പയറിംഗ് ആയിട്ട് ചേരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരേപോലെ കണക്ഷൻ ഉള്ളതായിട്ട് തോന്നും. പക്ഷേ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിൻ്റെ സെൻറ്റൻസസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെക്ഷൻ. താങ്ക് യു.